മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കഥ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ കഥ മറ്റാരുടെയുമല്ല, വിശുദ്ധ ഖുർആൻ അഹ്സനുൽ ഖസസ് അഥവാ ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന് വിശേഷിപ്പിച്ച യൂസുഫ് നബിയുടെ ചരിത്രമാണ്. അസൂയ, ചതി, അടിമത്തം, തടവറ, ഒടുവിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ ഭരണം, പ്രതിസന്ധികളിൽ തളരാതെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെ വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ യഥാർത്ഥ ചരിത്രം. കെട്ടുകഥകൾ മാറ്റിവെച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ആ യഥാർത്ഥ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. യഅ്കൂബ് നബിയുടെ പ്രിയപ്പെട്ട മകനായിരുന്നു യൂസുഫ്. ചെറുപ്പത്തിൽ യൂസുഫ് ഒരു അത്ഭുത സ്വപ്നം കണ്ടു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് സുജൂദ് ചെയ്യുന്നതായിരുന്നു ആ സ്വപ്നം. യൂസുഫ് ഈ വിവരം പിതാവിനോട് പറഞ്ഞു. ദീർഘദർശിയായ യഅ്കൂബ് നബിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ മകൻ ഭാവിയിൽ വലിയ പദവികളിൽ എത്താൻ പോവുകയാണ്. അദ്ദേഹം യൂസുഫിനോട് പറഞ്ഞു, മകനെ, ഈ സ്വപ്നം നീ നിൻ്റെ സഹോദരന്മാരോട് പറയരുത്. അവർ നിനക്കെതിരെ വല്ല ചതിയും പ്രയോഗിച്ചേക്കാം. യൂസുഫിനോട് പിതാവിനുള്ള സ്നേഹം സഹോദരന്മാരിൽ അസൂയ വളർത്തി. അവർ യൂസുഫിനെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടു. ഒരു ദിവസം പിതാവിൻ്റെ അനുവാദത്തോടെ യൂസുഫിനെ അവർ കളിക്കാൻ കൂടെ കൂട്ടി. വനത്തിലെത്തിയ അവർ യൂസുഫിനെ ക്രൂരമായി മർദ്ദിക്കുകയും ആരും കാണാത്ത ഒരു ആഴമുള്ള കിണറ്റിലേക്ക് തള്ളിയിടുകയും ചെയ്തു. എന്നിട്ട് യൂസുഫിൻ്റെ കുപ്പായത്തിൽ ആടിൻ്റെ ചോര പുരട്ടി രാത്രിയിൽ കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അരികിലെത്തി അവർ പറഞ്ഞു, ഞങ്ങൾ ഓട്ടമത്സരം നടത്തുമ്പോൾ യൂസുഫിനെ ചെന്നായ പിടിച്ചു. എന്നാൽ യഅ്കൂബ് നബി അത് വിശ്വസിച്ചില്ല. അദ്ദേഹം ദുഃഖം ഉള്ളിലൊതുക്കി അള്ളാഹുവിൽ ക്ഷമ കൈക്കൊണ്ടു. കിണറ്റിൽ ഒറ്റപ്പെട്ട യൂസുഫിനെ അള്ളാഹു കൈവിട്ടില്ല. ആ വഴി വന്ന ഒരു കച്ചവട സംഘം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയപ്പോൾ അവർക്ക് കിട്ടിയത് സൗന്ദര്യമുള്ള ഒരു ബാലനെയാണ്. അവർ യൂസുഫിനെ ഈജിപ്തിലെ ചന്തയിൽ കൊണ്ടുപോയി തുച്ഛമായ വിലക്ക് വിറ്റു. ഈജിപ്തിലെ ധനമന്ത്രിയായ അസീസ് ആണ് യൂസുഫിനെ വാങ്ങിയത്. അദ്ദേഹം ഭാര്യയായ സുലൈഹയോട് പറഞ്ഞു, ഇവനെ നന്നായി നോക്കണം. ഒരുപക്ഷെ ഇവൻ നമുക്ക് ഉപകാരപ്പെടും. വർഷങ്ങൾ കടന്നുപോയി. യൂസുഫ് സുന്ദരനായ ഒരു യുവാവായി വളർന്നു. യൂസുഫിൻ്റെ അസാധാരണമായ സൗന്ദര്യത്തിൽ മന്ത്രിയുടെ ഭാര്യ സുലൈഹ ആകൃഷ്ടയായി. ഒരു ദിവസം അവൾ വീടിൻ്റെ വാതിലുകളെല്ലാം അടച്ച് യൂസുഫിനെ തെറ്റിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അള്ളാഹുവെ ഭയപ്പെട്ട യൂസുഫ് നബി ഒട്ടും മടിക്കാതെ പറഞ്ഞു, അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ റബ്ബ് എനിക്ക് നല്ല പദവി തന്നവനല്ലേ. അക്രമികൾ വിജയിക്കുകയില്ല. യൂസുഫ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ സംഭവത്തെ തുടർന്ന് യാതൊരു തെറ്റും ചെയ്യാതിരുന്നിട്ടും യൂസുഫ് നബിക്ക് തടവറയിലേക്ക് പോകേണ്ടി വന്നു. വർഷങ്ങളോളം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തടവറയിൽ കഴിഞ്ഞു. അവിടെ വെച്ച് രാജാവിൻ്റെ 2 ഉദ്യോഗസ്ഥരുടെ സ്വപ്നങ്ങൾക്ക് യൂസുഫ് കൃത്യമായ വ്യാഖ്യാനം നൽകി. അതിലൊരാൾ രക്ഷപ്പെടുമെന്നും രാജാവിൻ്റെ പാനീയ വാഹനമാകുമെന്നും യൂസുഫ് പ്രവചിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ രാജാവ് ഒരു വിചിത്ര സ്വപ്നം കണ്ടു. 7 കൊഴുത്ത പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു. ഒപ്പം 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും. ഈജിപ്തിലെ ജ്ഞാനികൾക്കൊന്നും ഇതിൻ്റെ അർത്ഥം പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് തടവറയിൽ കിടക്കുന്ന യൂസുഫിനെക്കുറിച്ച്
രാജാവിൻ്റെ പാനീയവാഹകന് ഓർമ്മ വന്നത്. രാജാവ് യൂസുഫിൻ്റെ അരികിലേക്ക് ആളയച്ചു. യൂസുഫ് ആ സ്വപ്നത്തിന് മനോഹരമായ വ്യാഖ്യാനം നൽകി. അടുത്ത 7 വർഷം ഈജിപ്തിൽ സമൃദ്ധമായ വിളവെടുപ്പ് ഉണ്ടാകും. അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അതിനുശേഷം വരാൻ പോകുന്നത് കഠിനമായ 7 വർഷത്തെ വരൾച്ചയാണ്. അന്ന് ഈ സമ്പാദ്യം നിങ്ങളെ രക്ഷിക്കും. യൂസുഫിൻ്റെ ജ്ഞാനത്തിലും സത്യസന്ധതയിലും അത്ഭുതപ്പെട്ട രാജാവ് അദ്ദേഹത്തെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു. മാത്രമല്ല, യൂസുഫിൻ്റെ നിരപരാധിത്വം ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുകയും ചെയ്തു. രാജാവ് യൂസുഫിനെ ഈജിപ്തിൻ്റെ ധനകാര്യമന്ത്രിയായി നിയമിച്ചു. യൂസുഫ് പ്രവചിച്ചതുപോലെ കഠിനമായ ക്ഷാമകാലം വന്നു. ഈജിപ്തിൽ മാത്രമല്ല, ചുറ്റുമുള്ള നാടുകളിലും കടുത്ത വരൾച്ചയായിരുന്നു. യൂസുഫിൻ്റെ ജന്മനാടായ കനാനിൽ നിന്നും ധാന്യം വാങ്ങാനായി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലെത്തി. തങ്ങളെ കിണറ്റിലിട്ട സഹോദരന്മാരെ യൂസുഫ് തിരിച്ചറിഞ്ഞു. എന്നാൽ അവർക്ക് യൂസുഫിനെ മനസ്സിലായില്ല. പ്രതികാരം ചെയ്യാൻ എല്ലാ അധികാരമുണ്ടായിട്ടും യൂസുഫ് അവരോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ യൂസുഫ് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. ഞാനാണ് യൂസുഫ്. ഇത് എൻ്റെ സഹോദരൻ ബിന്യാമീനുമാണ്. സഹോദരന്മാർ തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചു. യൂസുഫ് നബി തൻ്റെ പിതാവിനെയും കുടുംബത്തെയും ഈജിപ്തിലേക്ക് വരുത്തി. കൊട്ടാരത്തിൽ വെച്ച് പിതാവും മാതാവും 11 സഹോദരന്മാരും യൂസുഫിന് മുന്നിൽ ആദരവോടെ പ്രണമിച്ചു. അപ്പോഴാണ് ചെറുപ്പത്തിൽ താൻ കണ്ട സ്വപ്നം യൂസുഫ് ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഇതാണ് എൻ്റെ പണ്ടത്തെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. എൻ്റെ റബ്ബ് അത് പുലർത്തിയിരിക്കുന്നു. ക്ഷമിച്ചാൽ, അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ഏത് തടവറയിൽ നിന്നും അള്ളാഹു നമ്മെ സിംഹാസനത്തിൽ എത്തിക്കും എന്ന വലിയ പാഠമാണ് യൂസുഫ് നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ യഥാർത്ഥ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മനോഹരമായ ചരിത്രവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.